പ്രിയമുള്ള കലാപ്രേമികളെ, ഇന്ന് വൈകുന്നേരം ഈ വേദിയിൽ നടത്താനിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ റാപ്പർ നാടൻ പാടാനിരുന്ന ഈ വേദിയിലെ കലാപരിപാടി ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവച്ചിരിക്കുന്നു. ഇയാൾ ഇതിന്റെ കമ്മിറ്റിക്കാരനാണോ? എന്നിട്ട് ഈ നാട്ടുകാർ കൂവിപ്പോ ഇയാൾ എന്തിനാ കൂടെ കൂവുന്നത്? പറഞ്ഞോളെ, ഞാൻ കമ്മിറ്റിക്കാരനല്ലേ. അല്ല, ഇതേ കൂവി കഴിഞ്ഞാൽ കൂടെ കൂവണം. അല്ലെങ്കിൽ പിന്നെ മലയാളി എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം? മറ്റൊരു ആടി അടിക്കുന്നുണ്ടല്ലോ. ഇത് സ്റ്റേജ്, ബോക്സ്, LED വാൾ, ഇവരൊക്കെ പ്രാന്താണ്. നാടല്ല, മിലിറ്ററി മതിയോ? ഞങ്ങളുടെ പാട്ടുകാരൻ നാടനോടെ. ഇടേ സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങൾ ഇത് ഭയങ്കര പൈസ. കാര്യം പറയട്ടെ. നീ ചെളിയും ഇതൊക്കെ വാരി എറിഞ്ഞിട്ടേ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ മുഖം അതിൽ പതിയും, എല്ലാത്തിനും തൂക്കും. പതിവില്ല. ഞാൻ ആദ്യം ക്യാമറയാണ് എറിഞ്ഞത്. ക്യാമറയിൽ മൊത്തം എറിഞ്ഞിട്ടുണ്ട് ഞാൻ. ആദ്യം ക്യാമറയാണ് എറിഞ്ഞത്. വെളുപ്പിന് 4 മണിക്ക് വന്നേക്കാണ്. നാടിനെവിടെ? വെളുപ്പിന് 4 മണിക്ക് വരാൻ കറവക്കാരന് ഇതും വലിയ ചെളിയാണ് ഇവന്റെ വായിന്ന് വന്നത്. നീ ചെളി അറിയില്ലേ, ഇനി അവൻ തിരിച്ചടിക്കും. നമുക്ക് കാര്യങ്ങൾ പറയാം. നിങ്ങൾ സാധനങ്ങൾ ഇല്ലാതാക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ദേഹം മൊത്തം ചെളിയാക്കി കളഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുളിക്കാനോ ഇത് കഴുകാനോ ഒരു തുള്ളി വെള്ളം ഇവിടെ ഇല്ല. ഇല്ല, അത് കുഴപ്പമില്ല. ഞങ്ങൾ ഹരിമുരളീരവും പാടും. എന്നിട്ട് പാടി 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 മേളിൽ ചെല്ലുമ്പോ കുളാവും. ആ കുളത്തിൽ കുളിക്കും. ഞങ്ങൾ നാടനം എടുക്കാൻ വേണ്ടി ഫോട്ടോ കൊണ്ടാണ് വന്നത്. അതിൽ രക്തത്തിൽ വരച്ച ഫോട്ടോ, രക്തത്തിൽ വരച്ച ഫോട്ടോ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കേട്ടോ നമ്മൾ ഈ മനഃപൂർവ്വം എന്തോ അത് നോക്കട്ടെ. ആര് ചോരയിൽ വരച്ചതാ? അപ്പൂപ്പന്റെ ചോരയില്. അപ്പൂപ്പന്റെ? അപ്പൂപ്പ ഞങ്ങൾ ഒരേ ചോരയാൻ നിന്നു. അല്ല, നിങ്ങളല്ലേ ആരാ? അപ്പൊ നിങ്ങളെ ചോരയല്ലേ വരയ്ക്കണ്ടേ? ഞങ്ങൾ ഒരേ ചോരയല്ലേ വരയ്ക്കാൻ പറഞ്ഞേ. നാടിനെ വിളിക്കണം. അപ്പൂപ്പ IC കിടക്കണം. ബ്ലഡ് വേണം. അപ്പൂപ്പന്റെ 2 കുപ്പിയെടുത്ത് ഇവിടെ പെയിന്റിംഗ് ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നിങ്ങളെ നാടിനെ കൊണ്ടുവരണം. നാടിനെ കൊണ്ടുവന്നേ പറ്റും. ഞങ്ങളെ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അറിയാമോ? ചേട്ടൻ പാട്ട് പാടും. ചേട്ടൻ പാടും. ഇതിന്റെ ഇടയിലും ഞങ്ങളെ ഒരു ഹോട്ടൽ ജോലിക്കാരായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിലെ മാനേജർക്ക് വേണ്ടി ഞങ്ങൾ പാട്ട് സെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഈ നാടിന്റെ ആരാധകനാണല്ലോ. ഈ റാപ്പ് സോങ് ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾ MD ഞങ്ങൾ പറഞ്ഞു വിട്ടു. അയ്യോ, പാട്ട് കേട്ടപ്പോ MD പറഞ്ഞു വിട്ടോ? അപ്പൊ എന്ത് മനോഹരമായിരിക്കും പാട്ട്. അപ്പ് അപ്പ് സിപ്പപ്പ് സിപ്പപ്പ് സിപ്പപ്പ്, പിള്ളേർക്കിഷ്ടം സിപ്പപ്പ് സിപ്പപ്പ് സിപ്പപ്പ്, ചപ്പിത്തിന്നാൻ സിപ്പപ്പ് സിപ്പപ്പ് സിപ്പപ്പ്, കാണാൻ നല്ല ഗെറ്റപ്പ് ഗെറ്റപ്പ് ഗെറ്റപ്പ്, റൂമിൽ മൊത്തം സെറ്റപ്പ് സെറ്റപ്പ്. റൂമിൽ നല്ല കട്ടില്, നല്ല കിടക്കയുണ്ടെന്ന് പറഞ്ഞാണ് സെറ്റപ്പ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ നിങ്ങളെ ഉദ്ദേശിച്ചതാണ് ഏതാ സെറ്റപ്പ്? നിങ്ങൾ ഉദ്ദേശിച്ചത് AC, കട്ടില്, അത്രേ ഞങ്ങളും അത്ര തന്നെ ഉദ്ദേശിച്ചുള്ളൂ. അല്ല അല്ല, ഈ പാട്ടിലെ MD നിങ്ങളെ പറഞ്ഞുവിടെയല്ല, നിങ്ങളെ തല്ലിക്കൊല്ലണോ? പിന്നെ പിണക്കം 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 മക്കളെ. ഞങ്ങളെ നാടന്റെ മെയിൻ ഡയലോഗാണ് പിണക്കം 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 മക്കളെ. നമ്മളടുത്ത് പിണക്കം നമ്മള് പിണങ്ങും. എന്തെങ്കിലും പ്രോഗ്രാം വെക്കണം. ഇല്ലെങ്കിൽ നാടന്റെ ഒരു പാട്ടിട്ട. നാടന്റെ ഒരു പാട്ടിട്ട. നാടന്റെ ഒരു പാട്ട് തൽക്കാലം അവരെ പിടിച്ചെടുത്താൻ വേണ്ടി ഒരു നാടന്റെ പാട്ടം. ഇതല്ല നമ്മളെ നാടന്റെ പാട്ട്. അതെ, നമ്മളെ നാടന്റെ പാട്ട്. നമ്മളെ നാടന്റെ പാട്ട് വേറെ പാട്ട്. ഏത് മൈനയാണ് പാട്ടിട്ടത്? ഏത് മൈനയാണ് പാട്ടിട്ടത്? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ ബോക്സ് ബോക്സ് കഴിഞ്ഞ നാടന്റെ പരിപാടി കഴിഞ്ഞ നാടന്റെ പരിപാടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് നാടൻ വീട്ടിൽ പോയി നിങ്ങൾ ഉറക്കുമായിരുന്നു. ഹലോ, കിട്ടിയാ കിട്ടിയാ
വ്യക്തമായിട്ട് കിട്ടിയാ ഓക്കെ. നിങ്ങൾ എന്താ പറഞ്ഞ? ഞങ്ങൾ നാടൻ എവിടെ? എവിടെ? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ചെയ്യുന്ന ക്യാമറയിലാണ് ആദ്യം ചെളിവാരി എറിഞ്ഞത്. ഞാൻ വാരിപ്പൊത്തി. വേറൊരു ക്യാമറ ഉണ്ടായിരുന്നു നിങ്ങൾ കാണാത്ത, അതിൽ നിങ്ങളെ രണ്ടുപേരും മുഖം വ്യക്തമായിട്ടുണ്ട്. എന്റെ ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും എക്സ്ട്രാ സൈഡിൽ ഒരു ദശാംശം പോലെ ഇതും. പിന്നെ ഈ കളർ ഡ്രസ് ആയതുകൊണ്ട് കറക്റ്റ് അതിൽ അറിയാം. കാണും. ഞാൻ പെടും. എന്താ ഞാൻ പെടുമോ? ശമ്പു എടുത്ത് കളഞ്ഞിട്ട് സംസാരിക്കും. ചെളിവാരി എറിഞ്ഞത് ഇവന, അവസാനം എറിഞ്ഞത് ഇവന്, ക്യാമറയിൽ പതിഞ്ഞത് ഞങ്ങളാ, പോലീസിൽപ്പെട്ടത് ഞങ്ങളാ, ആ. പോലീസിൽപ്പെട്ടത് ഞങ്ങളാ, ഏയ്. പോലീസിൽപ്പെട്ടത് ഞങ്ങളാ, ചെളിവാരി എറിഞ്ഞത് നിങ്ങളാ, അതെ. അവസാനം എറിഞ്ഞത് നിങ്ങളാ, അതെ. പോലീസിൽ പെട്ടത് നിങ്ങളാ, പോലീസിൽപ്പെട്ടത് ഞങ്ങളാ. നിങ്ങളെ രക്ഷിക്കണം, പോലീസിൽ പിടിച്ചു കൊടുക്കല്ലേ. ഒരു പാവപ്പെട്ട കലാകാരൻ ഇവിടെ വന്നില്ല, അതെ. ചില സാങ്കേതിക കാരണങ്ങളാൽ വന്നില്ല എന്നുള്ളത് സത്യം. എന്നിട്ട് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടി ഈ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ പാവപ്പെട്ട LED വാളുകാരോ, ഈ പാവപ്പെട്ട സൗണ്ടുകാരോ, ഈ പാവപ്പെട്ട ലൈറ്റുകാരോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ല. ഇല്ലല്ലോ. ഇവിടുത്തെ കമ്മിറ്റിക്കാർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ല. എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തത്? എനിക്കറിയാം. എത്ര ദിവസം ജോലിക്ക് പോയിട്ട് കാണൂല ഇവിടുത്തെ കമ്മിറ്റിക്കാർ? അറിയാം. ഇല്ലേ? അവരുടെയൊക്കെ കഞ്ഞിയിലല്ലടാ നീയൊക്കെ ഈ മണ്ണ് വാരിയിട്ടത്. ആ അമൃതയില് കോമഡി മാസ്റ്റേഴ്സിൽ മേക്കപ്പ് ചെയ്യുന്നവനെ കൂടെ അവന്റെ കഞ്ഞുകൂടി കൂടെ നീയൊക്കെ ഇല്ലതാക്കില്ലടാ. തേക്ക് തേക്ക് ചെളി വാരി തേക്ക് അവിടെ. എടാ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ കൂടെ നിൽക്കില്ല. പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിൽക്ക്, മണ്ട. ഞങ്ങൾ ഇനി പോയി മേക്കപ്പ് മറ്റുള്ള വേറെ സ്ഥലത്ത് പോയി കാണാം. എന്നിട്ട് എന്നിട്ട് അവിടെ ചെളി എറിയില്ല, പിന്നെന്തറിയും? ഞങ്ങൾ പേപ്പർ കീറി ആ. അങ്ങനെ മര്യാദ പേപ്പർ കയറി പോ. ചെല് ചെല്. ഇപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പേപ്പർ അറിയും. ഇതുപോലെ കുഴപ്പിക്കാൻ വന്നാൽ ചെകിട്ടടിച്ചാൻ വിളിക്കും. ഓക്കെ, വളാ മോനെ. അയ്യോ, തെറിച്ചു.